നമസ്കാരം. എല്ലാവർക്കും സോഷ്യോളജിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ സോഷ്യോളജിയുടെ സെക്കൻഡ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ 7 ചാപ്റ്റർ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അടുത്ത സെക്ഷൻ ആണ്. അതിൽ ഫസ്റ്റ് ചാപ്റ്റേഴ്സ് സ്ട്രക്ചറൽ ചേഞ്ച് അല്ലെങ്കിൽ ഘടനാപരമായ മാറ്റം. 8ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ തുടക്കത്തിൽ പറയുന്നത്. എന്താണ് സ്ട്രക്ചറൽ ചേഞ്ച്, അല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹത്തിൽ എങ്ങനെയാണ് ഒരു ഘടനാപരമായിട്ടുള്ള മാറ്റം സംഭവിച്ചത് എന്നതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു പാർട്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും നമ്മളുടെ ഒരു വർത്തമാന കാലത്തെ കുറിച്ച്, ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മളുടെ കഴിഞ്ഞുപോയ പാസ്റ്റ്, അതായത് ഭൂതകാലത്തെ കുറിച്ച് നമുക്ക് എന്തുണ്ടാവണം, നല്ല രീതിയിൽ അറിവുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതായത് ഭൂതകാലത്തെ കുറിച്ച് അറിയാതെ നമ്മളിപ്പോ ജീവിക്കുന്ന സമൂഹത്തെ മനസ്സിലാക്കാൻ നമുക്ക് എന്ത് ചെയ്യില്ല, നമുക്ക് കഴിയുകയില്ല എന്നുള്ളതാണ്. എന്തായിരുന്നു ഭൂതകാലത്തിൽ ഉണ്ടായിരുന്നത്, അതിൽ നിന്ന് എങ്ങനെയാണ് ഇപ്പൊ മാറിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കാതെ നമുക്കിപ്പോ ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്ത്, ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും ദീർഘപരവും അതേപോലെ തന്നെ സമ്പന്നപരമായ ഒരു ചരിത്രം ഇന്ത്യക്ക് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ, ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചു വന്നിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇന്ത്യയുടെ ഒരു പുരാതന മധ്യ കാലഘട്ടത്തെ കുറിച്ച്, ഈ പറയുന്ന ഒരു ട്രഡീഷണൽ മിഡിൽ പീരീഡിലൊക്കെ ആ ഒരു കാലഘട്ടത്തെ കുറിച്ചുള്ള പഠനം ഏറ്റവും വളരെ പ്രധാനപ്പെട്ടത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഹൈസ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ ഹിസ്റ്ററിയിലൊക്കെ ഏറ്റവും കൂടുതൽ അതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. അപ്പം ഇന്ത്യയിൽ ഈ പറയുന്ന കൊളോണിയലിസം അല്ലെങ്കിൽ കോളനി വാഴ്ച എന്ന് പറയുന്നത് ആരംഭിച്ചിരിക്കുന്നത് ഈ പറയുന്ന പുരാതന കാലത്തോ മധ്യകാലത്തോ ഒന്നുമല്ല. അത് ആരംഭിച്ചിട്ടുള്ളത് ഈ ഒരു മോഡേൺ പീരീഡിലാണ്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം, വ്യവസായവൽക്കരണത്തിന് ശേഷമുള്ള ആധുനിക കാലഘട്ടത്തിലാണ്. അപ്പം ഇന്ത്യയുടെ ചരിത്രത്തെ, ഒരു കൊളോണിയൽ കാലഘട്ടത്തിന്റെ ചരിത്രം എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയിലും നല്ല രീതിയിൽ എന്തുണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഇന്ത്യ ചരിത്രത്തില് കൊളോണിയൽ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേക ചരിത്ര പ്രാധാന്യം തന്നെ എന്തിനു കൊടുക്കുന്നുണ്ട്, ഈ പറയുന്ന കൊളോണിയൽ കാലഘട്ടത്തിന് കൊടുക്കുന്നുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ആശയങ്ങളും അതേപോലെ തന്നെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഐഡിയാസുകളും കാര്യങ്ങളും തന്നെ, ആധുനിക ആശയങ്ങളും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളും സ്ഥാപനങ്ങളും എല്ലാം തന്നെ ഇന്ത്യയിൽ എത്തിയത് ഈ പറയുന്ന ആധുനിക കാലഘട്ടത്തിന്റെ തുടക്കത്തിലുള്ള ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ കൊളോണിയലിസത്തിന്റെ വരവോട് കൂടിയാണ് ഇന്ത്യയിൽ ഈ പറയുന്ന രീതിയിൽ ആധുനിക ആശയങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ എന്ത് ചെയ്തത്, ഇന്ത്യയിലേക്ക് എത്തിയത്. എന്നാൽ കൊളോണിയൽ ഭരണത്തില് അനേകം വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞിട്ടുമുണ്ടായിരുന്നു. അതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, അത് ആ വൈരുദ്ധ്യങ്ങളെല്ലാം തന്നെ ഒരു വിരോധാഭാസമായിട്ട് തന്നെയാണ് നിലനിന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഉദാരവാദം, ലിബറൽ കൺസെപ്റ്റ് എന്ന് പറയുന്ന ഉദാരവാദം, ദെൻ അതേപോലെ തന്നെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, അല്ലെ, നമ്മുടെ ഒരു ഫ്രീഡം എന്ന് പറയുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, ദെൻ അതേപോലെ തന്നെ ദേശീയത, നാഷണലിസം എന്ന് പറയുന്നത്, ഈ ആശയങ്ങളൊക്കെ ബ്രിട്ടീഷുകാർ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ച വ്യക്തികളാണ്. ഏറ്റവും കൂടുതൽ ഈ ആശയങ്ങളെല്ലാം തന്നെ ബ്രിട്ടീഷുകാർ ബ്രിട്ടനിലൊക്കെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെങ്കിലും അവര് ഇന്ത്യയിൽ എന്താണ് ചെയ്തത്, ഈ പറയുന്ന ഉദാരവാദത്തിനും സ്വാതന്ത്ര്യത്തിനും ദേശീയതയും എല്ലാം തന്നെ ബ്രിട്ടനിൽ പ്രോത്സാഹിക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാര് ഇന്ത്യയിലെ ജനങ്ങൾക്കെല്ലാം തന്നെ എന്ത് ചെയ്തു, അത് അപ്പാടെ ഒന്നുമില്ലാത്ത രീതിയിൽ എന്ത് ചെയ്യാണ്, നിഷേധിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം കോളനി വാഴ്ചയിലെ ഇത്തരം വൈരുദ്ധ്യങ്ങളൊക്കെ നമുക്ക് ഇന്ത്യയിലെ ഈ പറയുന്ന സ്ട്രക്ചറൽ ആൻഡ് കൾച്ചറൽ ചേഞ്ച് എടുക്കുമ്പോൾ ഇന്ത്യയിലെ ഘടനാപരവും അതേപോലെ തന്നെ സാംസ്കാരികപരമായിട്ടുള്ള പല മാറ്റങ്ങളും രൂപപ്പെടുത്തുന്നത് ഈ പറയുന്ന കൊളോണിയൽ കാലഘട്ടത്തിലൂടെയാണ് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ഒരു ചുരുക്കം. കാരണം ആധുനിക ഇന്ത്യയെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ, ഒരു മോഡേൺ ഇന്ത്യയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ കൊളോണിയൽ ഭൂതകാലത്തെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അതിന് ഏറ്റവും കൂടുതൽ, ആ പഠനത്തിന് ഏറ്റവും കൂടുതൽ ഒരു ഇമ്പോർട്ടന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സവിശേഷമായിട്ടുള്ള ഒരു പ്രാധാന്യം നമ്മൾ അതിനകത്ത് കൊടുക്കുന്നുണ്ട്. കാരണം കൊളോണിയൽ ഭരണത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഈ ഒരു ഇന്ത്യൻ സമൂഹമാണെന്ന് നമുക്കറിയാം. ഒരു ഡൈവേഴ്സിറ്റീസ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ബാക്കിയുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിലാണ്. അത് ഇന്ത്യയുടെ സമൂഹത്തെ എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യയുടെ സംസ്കാരത്തെ എടുക്കുകയാണെങ്കിലും ഇന്ത്യൻ ചരിത്രത്തെ ഈ പറയുന്ന വൈരുദ്ധ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ മാറ്റിമറിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഇന്ത്യയിൽ ഈ പറയുന്ന രീതിയിൽ എന്തുണ്ടായിട്ടുണ്ട്, ഇപ്പൊ സോഷ്യൽ റിഫോം മൂവ്മെന്റ്സുകളൊക്കെ, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങള്, ദെൻ അതേപോലെ തന്നെ നാഷണൽ മൂവ്മെന്റ്സുകളൊക്കെ, ദേശീയ പ്രസ്ഥാനങ്ങള്, ദെൻ അതേപോലെ തന്നെ നമ്മുടെ പൊളിറ്റിക്കൽ ലൈഫ്, രാഷ്ട്രീയ ജീവിതം, ദെൻ അതേപോലെ തന്നെ ഭരണഘടന, നിയമങ്ങള്, വ്യവസായം, അഗ്രികൾച്ചർ, ഇങ്ങനെ എടുത്ത് നോക്കുകയാണെങ്കിൽ നഗരങ്ങള്, ഗ്രാമങ്ങള്, റൂറൽ അർബൻ ഏരിയാസുകൾ എല്ലാം രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ കൊളോണിയൽ കാലഘട്ടമാണ്. അപ്പം നമ്മൾ ജസ്റ്റ് നമ്മളുടെ ചുറ്റും ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും കൊളോണിയലിസം എത്രത്തോളമാണ് നമ്മളെ ഒരു അരക്കെട്ടിട്ട് ഉറപ്പിച്ചിരിക്കുന്നതെന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മുടെ ചുറ്റുപാടുകൾ തന്നെ നമുക്ക് എടുത്താൽ മതി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ പാർലമെന്റ് ഏത് വ്യവസ്ഥയിലാണ് നിൽക്കുന്നത്?
ബ്രിട്ടീഷുകാര് എങ്ങനെയാണോ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഭരിച്ച സമയത്ത് പാർലമെന്റ് സിസ്റ്റം എങ്ങനെയായിരുന്നോ അതേ പാർലമെന്ററി എക്സിക്യൂട്ടീവ് സിസ്റ്റം തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യയിലും നിലനിൽക്കുന്നത്. ദെൻ അതേപോലെ തന്നെ നിയമവ്യവസ്ഥ എടുക്കുകയാണെങ്കിൽ എന്താണോ ബ്രിട്ടീഷുകാർ ചെയ്തിട്ടുണ്ടായിരുന്ന നിയമവ്യവസ്ഥ അതേ നിയമവ്യവസ്ഥ തന്നെയാണ് ഇന്ത്യയിൽ പിന്നീട് അങ്ങോട്ട് നെഹ്റുവിന്റെ ഗവൺമെന്റും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതൊരു ഫോളോ ചെയ്തു പോയിട്ടാണ്. ഇനി പോലീസ് സംവിധാനം എടുത്തോട്ടെ, എഡ്യൂക്കേഷൻ എടുത്തോട്ടെ, ഏതാണെന്നുണ്ടെങ്കിലും എല്ലതും ഈ പറയുന്ന ബ്രിട്ടീഷ് മാതൃകയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇന്ത്യയിൽ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. എന്തിനേറെ നോക്കണം, ബ്രിട്ടീഷുകാര് ഇടത്തെ സൈഡിലൂടെയാണ് വണ്ടി ഓടിക്കുക, നമ്മളും അങ്ങനെ തന്നെയല്ലേ. അപ്പം ഏത് കാര്യങ്ങളും ഈ പറയുന്ന കൊളോണിയലിസത്തിലൂടെയാണ് ഒരു മാറ്റങ്ങൾ ഉണ്ടായത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ചായ കുടിക്കാൻ ഒരു ക്യാൻറ്റീനിൽ ചെന്നാൽ പോലും ഈ പറയുന്ന കട്ട്ലൈറ്റ് അല്ലെങ്കിൽ ബ്രെഡ് ഓംലേറ്റ് ഒക്കെ പറയുന്ന ഈ സാധനങ്ങളൊക്കെ എന്താണ്, എല്ലാം ബ്രിട്ടന്റെ പ്രൊഡക്റ്റ് ആണ്. കാരണം ഇന്ത്യയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബിസ്ക്കറ്റ് പോലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബ്രിട്ടാനിയ എന്ന് പറയുന്ന സാധനം. ഇതുവരെ ബ്രിട്ടന്റെ നാമധേയത്തിൽ ഇറക്കാനുള്ള റീസൺ അത്രത്തോളം ബ്രിട്ടൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളുടെ വിദ്യാലയങ്ങളിൽ നോക്കാം, നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ താഴത്തേക്ക് നോക്കിയാൽ മതി, യൂണിഫോമിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന CBSE സ്കൂളുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ടൈ കഴുത്ത് കെട്ടുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലേ. ഇപ്പൊ ഏറ്റവും കൂടുതൽ അത്യാവശ്യം ഈ പറയുന്ന KG സെക്ഷനിലൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടൈ കഴുത്ത് കെട്ടുന്ന കാണാം. ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? ഇതൊരു വെസ്റ്റേൺ കൾച്ചറാണ്. ഇതൊക്കെ എല്ലാം ബ്രിട്ടന്റെ സംഭാവനയാണ്. അപ്പൊ നമ്മൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന വെസ്റ്റേൺ കൾച്ചർ അല്ലെങ്കിൽ പാശ്ചാത്യരെ എതിർക്കുക എന്നുള്ള ഒരു ശീലം നമുക്ക് പലപ്പോഴും ഉണ്ടെങ്കിലും അതെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓട്ടോമാറ്റിക്കലി അവരെ അനുകരിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ അറ്റ് പ്രസന്റ് ഇന്ത്യ എടുത്തു നോക്കുകയാണെങ്കിൽ, അറ്റ് പ്രസന്റ് ഇന്ത്യയിലെ സമകാലിക ഇന്ത്യയിൽ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷ് കൊളോണിയലിസം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് 1947 പോയതിനു ശേഷവും ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലൈഫിൽ ബ്രിട്ടീഷ് കൊളോണിയലിസം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതിന്റെ എക്സാമ്പിളുകളാണ് ഞാൻ ഈ പറഞ്ഞ ചുരുക്കം കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്നത് കൊളോണിയൽ ഭരണമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ആ ഇംഗ്ലീഷ് ഭാഷ, ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇന്ത്യക്കാരുടെ ജീവിതത്തിൽ വിവിധ തലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നും ഇപ്പോഴും അറിയാം. ഇപ്പോഴും എല്ലാവരും ഇംഗ്ലീഷിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പഠിക്കുന്നതിന്റെ ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആവാനുള്ള കാരണം അത് അന്ന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഈ പറയുന്ന ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നുകൊണ്ട് തന്നെയാണ്. അപ്പം ഇങ്ങനെയുള്ള പല വൈരുദ്ധ്യങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും ആ ഭാഷയിൽ പ്രാവീണ്യം നേടുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ആ ഭാഷയിൽ നല്ല രീതിയിൽ ഇംഗ്ലീഷ് ഭാഷയിൽ മികച്ച സാഹിത്യ രംഗങ്ങള് സംഭാവന ചെയ്യുന്ന ഒട്ടനവധി ഇന്ത്യൻ ആൾക്കാരൊക്കെ നമുക്ക് എപ്പോഴും കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളത് എക്സാമിന് പോലും ഈ പറയുന്ന രീതിയിൽ ഇംഗ്ലീഷ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, ഒരു ഇന്റർവ്യൂവിന് പോകുന്ന സമയത്തോളം നമുക്ക് ഇംഗ്ലീഷ് എത്രത്തോളം, ഇംഗ്ലീഷ് ഭാഷ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും നമ്മളുടെ ഭാവി ജീവിതം വരെ. അപ്പം ഇംഗ്ലീഷ് ഈ പറയുന്ന ബ്രിട്ടന്റെ ഒരു സംഭാവനയാണ് എന്നുള്ളത് ആർക്കും ഒരു എതിർപ്പില്ലാത്ത കാര്യമാണ്. പക്ഷെ അതുവരെ ഇപ്പോഴും നമ്മുടെ ലൈഫിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇംഗ്ലീഷ് ഭാഷയിലുള്ള ആ ഒരു അറിവ് അല്ലെങ്കിൽ ആ ഒരു പരിജ്ഞാനം തന്നെ ഇന്ത്യക്കാർക്ക് ഈ പറയുന്ന ഗ്ലോബൽ മാർക്കറ്റ് എടുക്കുവാണെങ്കിൽ, ആഗോള വിപണിയിൽ എടുക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു സ്ഥാനം നേടിക്കൊടുത്തു എന്ന് പറയുന്നത് 100% ആണ്. അതുകൊണ്ടാണ് ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഈ പറയുന്ന ഗ്ലോബൽ മാർക്കറ്റ് ബേസിൽ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്, ജോലി ചെയ്യുന്നത്. കാരണം ആ ഒരു ലാംഗ്വേജ് കൊണ്ട് അവരുടെ ലൈഫ് അത്രത്തോളം അവർക്ക് സെക്യൂർ ചെയ്യാൻ വേണ്ടി പറ്റുന്നു. മറ്റ് രാജ്യക്കാരോടൊപ്പം തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആഗോള വിപണിയിൽ പ്രവേശിക്കാനും അല്ലെങ്കിൽ അതേപോലെ തന്നെ വ്യാപാരത്തിലൊക്കെ പങ്കെടുക്കാനും ഈ പറയുന്ന ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യക്കാരെ സഹായിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് ഭാഷ അതൊരു യോഗ്യതയുടെ അല്ലെങ്കിൽ അതൊരു കഴിവിന്റെ അല്ലെങ്കിൽ അതൊരു അന്തസ്സിന്റെ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസിന്റെ ഒരു സിമ്പൽ, ഒരു ചിഹ്നമായിട്ട് തന്നെ എന്ത് ചെയ്തു, ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ തൊഴിൽ വിപണിയിൽ ഈ പറയുന്ന ആൾക്കാരെ, അറിയാത്ത ആൾക്കാരെ അയോഗ്യരാക്കിപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അതേസമയം തന്നെ പരമ്പരാഗതമായ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ട് അല്ലെ. അത് എക്സ്പെഷ്യലി ദളിത് വിഭാഗങ്ങളെ പോലെയുള്ള ആൾക്കാർക്ക് അവർക്ക് ഇംഗ്ലീഷ് പരിജ്ഞാനം ഒരു ഗുണകരമായി മാറിയത് ഈ പറയുന്ന ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടിയതിലൂടെയാണ്. കാരണം എന്ത് ചെയ്തു, അവർക്ക് ധാരാളം അവസരങ്ങൾ എന്ത് ചെയ്തു, ദളിത് വിഭാഗങ്ങൾക്ക് അതുവഴി എന്ത് ചെയ്യാണ്, തുറന്നു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം കൊളോണിയലിസം എന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ കൊളോണിയലിസം കൊണ്ടുവന്ന ഈ പറയുന്ന ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ചാപ്റ്ററാണ് നമ്മൾ ഈ ഒരു 8ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം കൊളോണിയലിസം അത് ഈ പറയുന്ന പൊളിറ്റിക്കലി, എക്കണോമിക്കലി, ദെൻ സോഷ്യലി
എല്ലാ മേഖലകളിലും ഈ പറയുന്ന സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാ മേഖലകളിലും ഘടനാപരമായിട്ടുള്ള ധാരാളം പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ പറയുന്ന കൊളോണിയലിസത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അതിൽ വ്യവസായവൽക്കരണം വരുന്നുണ്ട്, ദെൻ നഗരവൽക്കരണം വരുന്നുണ്ട്, ഇൻഡസ്ട്രിയലൈസേഷൻ, അർബനൈസേഷൻസ് എന്നീ മാറ്റങ്ങളെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു സ്ട്രക്ചറൽ ചേഞ്ച് എന്ന രീതിയിൽ ഈ പാഠഭാഗങ്ങളിൽ ചർച്ച ചെയ്യുന്നത്. കൊളോണിയൽ കാലഘട്ടത്തിലുണ്ടായ മാറ്റങ്ങളോടൊപ്പം തന്നെ ആ പറയുന്ന സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ, സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ധാരാളം മാറ്റങ്ങൾ കൂടി ഈ പറയുന്ന സ്ട്രക്ചറൽ ചേഞ്ച് എന്ന് പറയുന്ന ഘടനാപരമായ മാറ്റം എന്ന് പറയുന്ന ഈ ഒരു പാഠത്തിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രത്യേകം കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പം ഇതില് ഇങ്ങനെയുള്ള ഘടനാപരമായ മാറ്റങ്ങളും അതേപോലെ തന്നെ കൾച്ചറൽ ചേഞ്ച് ആയിട്ടുള്ള സാംസ്കാരിക മാറ്റങ്ങളും പരസ്പരം ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ പരസ്പരം ബന്ധിതമായിട്ടാണ് കിടക്കുന്നത്. ഘടനാപരമായ മാറ്റങ്ങളെ പിന്തുടർന്നുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സാംസ്കാരിക മാറ്റങ്ങൾ ഉണ്ടാകാൻ പറ്റുള്ളൂ. ഒരു ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങളിലൂടെയാണ് എന്തുണ്ടാവാൻ പറ്റുള്ളൂ, സാംസ്കാരിക മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ അവ പരസ്പരം എന്ത് തന്നെയാണ്, വേർതിരിക്കാൻ പ്രയാസമായിട്ട് തന്നെയാണ് എന്തുള്ളത്, ഘടനാപരമായ മാറ്റവും അതേപോലെ തന്നെ സാംസ്കാരികപരമായ മാറ്റവും. കാരണം സാംസ്കാരിക മാറ്റങ്ങളെ കുറിച്ച് പരാമർശിക്കാതെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഘടനാപരമായ മാറ്റങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ എന്ത് ചെയ്യാണ്, പ്രയാസമാണ് എന്നുള്ളതാണ്. ഇനി നമ്മള് പറയാൻ വേണ്ടിട്ട് പോകുന്നത് അണ്ടർസ്റ്റാൻഡിങ് കൊളോണിയലിസം, അല്ലെങ്കിൽ കൊളോണിയലിസത്തെ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ്. എന്താണ് കൊളോണിയലിസം? എന്താണ് കൊളോണിയലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ മേൽ സ്ഥാപിക്കുന്ന ഒരു ഭരണമാണ് എന്ത്, പൊതുവെ കൊളോണിയലിസം എന്നതുകൊണ്ട് വിളിക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്ത്യ പാകിസ്ഥാന്റെ മേല് പോയിട്ട് പാകിസ്ഥാൻ ഇന്ത്യ ഭരിക്കുവാണെങ്കിൽ എന്ത് ചെയ്യും, അതിനെ നമ്മൾ കൊളോണിയലിസം എന്ന് പറയും. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ മേല് ഭരണം നടത്തുന്നതിനെയാണ് പൊതുവെ എന്ത് പറയുന്നത്, കൊളോണിയലിസം എന്ന് പറയുന്നത്. പക്ഷെ എപ്പോഴും കൊളോണിയലിസത്തെ ഒരു വിദേശ ഭരണമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, എല്ലാ കാലഘട്ടങ്ങളിലും അതിനെ എന്ത് ചെയ്യുന്നത്, വിലയിരുത്തപ്പെടുന്നത് ഒരു വിദേശ ഭരണമായിട്ടാണ്. എന്നാൽ കൊളോണിയലിസം ഒരു വിദേശ ഭരണം അല്ലെങ്കിൽ ഒരു വിദേശ മേൽക്കോയ്മ എന്നതിന്റെ അപ്പുറത്തേക്ക് കൊളോണിയലിസം ഒരു ഘടകം മാത്രമാണ്, ഒരു ഫാക്ടർ മാത്രമാണ് എന്തുള്ളത്, കൊളോണിയലിസം എന്ന് പറയുന്നത്. കാരണം യഥാർത്ഥത്തില് കൊളോണിയലിസം ഒരു ഘടനയും ഒരു വ്യവസ്ഥയുമാണ്. കൊളോണിയലിസം എന്നുള്ളത് കൊണ്ട് നമുക്ക് ഉദ്ദേശിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കാര്യം, അതിനൊരു ഘടനയുമുണ്ട്, അതിനൊരു വ്യവസ്ഥയുണ്ട്, ഒരു സ്ട്രക്ചർ ആൻഡ് സിസ്റ്റത്തിൽ ബേസ്ഡ് ആണ് എന്ത്, കൊളോണിയലിസം എന്ന് പറയുന്ന കാര്യം. കാരണം മറ്റ് രാജ്യങ്ങളെ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മുതലാളിത്ത രാജ്യങ്ങൾ വികസിപ്പിച്ചെടുത്ത ഒരു കവർച്ചാ സമ്പ്രദായമാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഒരു റോബറി സിസ്റ്റമാണ് എന്ത്, ഈ പറയുന്ന കൊളോണിയലിസം എന്ന് പറയുന്ന സംഭവം. കാരണം 19th സെഞ്ചുറിയുടെ 19ാം നൂറ്റാണ്ടിന്റെ ഏറ്റവും അവസാനത്തിലാണ് യൂറോപ്പിന് പുറത്തേക്ക് എന്ത്, മിക്ക രാജ്യങ്ങളും എസ്പെഷ്യലി വെസ്റ്റേൺ കൺട്രീസ്, പാശ്ചാത്യ മുതലാളിത്ത രാജ്യങ്ങൾ, പാശ്ചാത്യ ക്യാപിറ്റലിസ്റ്റ് കൺട്രീസുകൾ എല്ലാം തന്നെ, വെസ്റ്റേൺ ക്യാപിറ്റലിസ്റ്റ് കൺട്രീസുകളായിട്ടുള്ള എല്ലാ പാശ്ചാത്യ മുതലാളിത്ത രാജ്യങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യാണ്, അവരുടെ കോളനികളാക്കി മാറ്റുകയാണ് ഉണ്ടായത്. ആ കോളനിയിലൂടെയാണ് അവർ ആ കൊളോണിയലിസം അല്ലെങ്കിൽ ക്യാപിറ്റലിസം നടപ്പിലാക്കുന്നത്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ കൊളോണിയൽ സാമ്രാജ്യം പടുത്തുയർത്തിയത് ബ്രിട്ടനാണ്. കാരണം ബ്രിട്ടന്റെ ഒരു ക്ലാസിക് കോളനിയാണ് ഇത് ഇന്ത്യ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യങ്ങളുള്ള ഒരു രാജ്യമായിരുന്നു ബ്രിട്ടൻ എന്ന് പറയുന്നത്. കാരണം ബ്രിട്ടീഷുകാരുടെ വരവിന് മുമ്പ് തന്നെ ഇന്ത്യയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ധാരാളം വിദേശികള് പല കാലങ്ങളിലായി ഇന്ത്യയെ ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അവരുടെ ഭരണം ഇവിടെ സ്ഥാപിച്ചിരുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ശകുനന്മാർ ഇന്ത്യയെ ആക്രമിച്ച് ഇന്ത്യയിൽ ഭരണം നടത്തിയിട്ടുള്ള ആൾക്കാരാണ്. അതേപോലെ തന്നെ ഗ്രീക്കന്മാർ ഇന്ത്യയെ ആക്രമിച്ച് ഇന്ത്യയിൽ ഭരണം നടത്തിയിട്ടുള്ള ആൾക്കാരാണ്. കുഷാണന്മാർ ഇന്ത്യയെ ആക്രമിച്ച് ഇന്ത്യയിൽ ഭരണം നടത്തിയിട്ടുള്ള ആൾക്കാരാണ്. തുർക്കികളായിട്ടുള്ള ആൾക്കാർ ഇന്ത്യയിൽ ഭരണം നടത്തിയിട്ടുള്ള ആൾക്കാരാണ്. മുഗളന്മാരുടെ കാലഘട്ടങ്ങളെ കുറിച്ച് നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. അവരും ഇതേപോലെ തന്നെ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നു, ഇന്ത്യയിലേക്ക് അധിനിവേശം നടത്തി അല്ലെങ്കിൽ ഇന്ത്യയെ ആക്രമിച്ചുകൊണ്ട് അവിടെ ഇന്ത്യയിൽ വന്ന് അവര് ഭരണം സ്ഥാപിച്ചവരായിട്ടുള്ള ആൾക്കാരെയാണ് ഞാൻ പറയുന്നത്. എന്നാൽ വിദേശികളിൽ നിന്നും മറ്റു ചില ആക്രമണകാരികൾ ഇന്ത്യയുടെ സമ്പത്തും വിഭവവും കൊള്ളയടിച്ചതിന് ശേഷം മടങ്ങിപ്പോവുകയും ചെയ്തിട്ടുള്ള ആൾക്കാരും ഇന്ത്യയെ ആക്രമിച്ചിട്ടുണ്ട്. ചിലരിവിടെ വന്നു, ഇവിടെ ഭരിച്ചു. മറ്റു ചിലർ എന്ത് ചെയ്തു, ഇവിടെ നിന്ന് ഇന്ത്യയുടെ സമ്പത്തും കാര്യങ്ങളൊക്കെ കൊള്ളയടിച്ചിട്ട് തിരിച്ചു പോയ ആൾക്കാരുമുണ്ട്. അപ്പം ഇന്ത്യയെ ആക്രമിച്ച് അവിടെ ഒരു ആധിപത്യം സ്ഥാപിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ആധിപത്യത്തിലൂടെ മുതലാളിത്തത്തിന്റെ ആവിർഭാവമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മുമ്പുള്ള കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള കൊളോണിയൽ ശക്തികള് ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത് ഈ പറയുന്ന മുതലാളിത്തത്തിന്റെ ഒരു കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടിലൂടെയാണ്, അല്ലെങ്കിൽ മുതലാളിത്തം എങ്ങനെയാണ് ലോകത്ത് അടക്കി വാഴുന്നത് ആ കാലഘട്ടത്തിലാണ് ഇന്ത്യയിലേക്ക് ബ്രിട്ടൻ പോലെയുള്ള വെസ്റ്റേൺ കൺട്രീസ് ആയിട്ടുള്ള ആൾക്കാർ ഇന്ത്യയെ കീഴ്പ്പെടുത്തുന്നത്. അങ്ങനെ ഒരു കൊളോണിയൽ ശക്തികളായിട്ട് ഇന്ത്യയിലേക്ക് കടന്നു വന്ന്, അല്ലെങ്കിൽ മുതലാളിത്തത്തിന്റെ ഒരു കാലഘട്ടത്തിലൂടെ ഇന്ത്യയില് ഈ പറയുന്ന രീതിയിൽ ഒരു സാമ്രാജ്യത്വ സ്ഥാപനം തന്നെ
കൊളോണിയൽ പീരീഡിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാര് ആ ഒരു കാലഘട്ടത്തിൽ ക്യാപിറ്റലിസ്റ്റ് പീരീഡിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം പണ്ടുള്ള ആൾക്കാരിൽ നിന്നും ഒരു വ്യത്യാസം ഇതിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഈ പറയുന്ന ഇന്ത്യക്കകത്ത് നമുക്ക് എന്ത് ചെയ്യാം, കാണാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം മുതലാളിത്ത പൂർവ്വ കാലഘട്ടത്തില് എക്സാമിന് ചോദിക്കുന്ന ഒരു പാർട്ടാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ചോദിക്കാറുണ്ട് മുതലാളിത്ത പൂർവ്വ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ഭരണം എങ്ങനെയായിരുന്നു, മുതലാളിത്ത കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ഭരണം എങ്ങനെയാണ്. മുതലാളിത്ത പൂർവ്വ കാലഘട്ടം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് നേരത്തെ ഞാൻ പറഞ്ഞ ഈ പറയുന്ന ശകുനന്മാര്, ഗ്രീക്കന്മാര്, കുഷാണന്മാര് തുടങ്ങിയിട്ടുള്ള ആൾക്കാർ ഭരിച്ചതാണ് മുതലാളിത്ത പൂർവ്വ കാലഘട്ടം എന്ന് പറയുന്നത്. മുതലാളിത്ത കാലഘട്ടം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമുള്ള കാലഘട്ടമാണ്. അപ്പം ഇങ്ങനെ രണ്ട് കാലഘട്ടത്തെ ഒരു കാറ്റഗറൈസ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ പബ്ലിക് എക്സാമിന് 19th ക്വസ്റ്റ്യൻ തന്നെ ഇത് തന്നെയായിരുന്നു. മുതലാളിത്ത കാലഘട്ടവും മുതലാളിത്ത പൂർവ്വ കാലഘട്ടവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ്. അപ്പൊ 100% എക്സാമിന് ചോദിക്കുന്ന ഒരു പാർട്ടും കൂടിയാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുതലാളിത്ത പൂർവ്വ കാലഘട്ടത്തില് ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച ആക്രമണകാരികളായിട്ടുള്ള ആൾക്കാരെല്ലാം തന്നെ ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നതിലാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് അവർ കാണിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഇന്ത്യയിൽ നിന്ന് അവർക്ക് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന രീതിയിൽ അവർ കപ്പം പിരിക്കുകയും ടാക്സിലൂടെ കപ്പം പിരിക്കുക എന്ന് പറയുന്നത് ടാക്സിലൂടെയാണ്. ടാക്സ് കളക്ട് ചെയ്യുകയും ഇന്ത്യയുടെ സാമ്പത്തിക ഘടനയിൽ അവർ ഒരിക്കലും ഇടപെട്ടിട്ടുണ്ടായിരുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാല് സമ്പദ്ഘടനയിൽ ഒരു മാറ്റം കൊണ്ടുവരണം എന്നൊരു ആഗ്രഹമില്ലാത്ത ആൾക്കാരാണ് മുതലാളിത്ത പൂർവ്വ കാലഘട്ടത്തിന് മുമ്പ് ഇന്ത്യയിൽ വന്നിട്ടുള്ള ആൾക്കാർ. അവർ ഏറ്റവും കൂടുതൽ ഇവിടുന്ന് കൊള്ളയടിക്കുക അല്ലെങ്കിൽ പിടിച്ചെടുത്ത ഈ പറയുന്ന ടാക്സുമായിട്ടുള്ള അല്ലെങ്കിൽ കപ്പം പോലെയുള്ള കാര്യങ്ങളുമായിട്ട് എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് മടങ്ങി പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയെ ആക്രമിച്ചതിൽ നല്ലൊരു വിഭാഗം ക്രമേണ പിന്നീട് എന്തായി, ഇന്ത്യക്കാരായി മാറുകയാണ് ഉണ്ടായത്. നമ്മുടെ മുഗളന്മാരെ കാലഘട്ടം എടുക്കാൻ മനസ്സിലാവില്ലേ? മുഗളന്മാർ മുഹമ്മദ് ഗ്ലോറിയുടെ കാലഘട്ടത്തിൽ മുഹമ്മദ് ഗ്ലോറി ഇന്ത്യയിലേക്ക് ആക്രമണമായിട്ട് വരികയാണ്. പിന്നെ അവസാനം എന്തായി, അക്ബർ ബാർബറിന്റെ കാലഘട്ടമൊക്കെ ആയതോടുകൂടി അവർ പിന്നെ ഇന്ത്യക്കാരായി എന്നുള്ള രീതിയിലേക്ക് മാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു വിഭാഗം ഇന്ത്യ ആക്രമിച്ചവർ അങ്ങനെയാണ് സംഭവിച്ചത്. എന്താണ്, ഓട്ടോമാറ്റിക്കലി അവർ ഇന്ത്യ ആക്രമിക്കുന്നു, ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നു, അവരൊരു വിഭാഗം അവസാനം ഇന്ത്യക്കാരായി മാറുന്ന ഒരു സ്ഥിതി വിശേഷമാണ്. അതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇത് മുഗളന്മാർ എന്ന് പറയുന്നത്. പക്ഷേ അവരുടെ ഒരു വൈദേശിക സ്വഭാവം ആ കാലഘട്ടങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നഷ്ടപ്പെടുന്നുണ്ട്. മുഗളന്മാര് വരുന്ന ആ സമയത്ത് അല്ലെങ്കിൽ മുഹമ്മദ് ഗോറിയുടെ ഒക്കെ ഒരു ആക്രമണമുള്ള കാലത്ത് അവർക്ക് എപ്പോഴും ഒരു വൈദേശിക സ്വഭാവം ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് അവരിവിടെ ഭരിക്കാൻ തുടങ്ങിയ ആ ഒരു കാലഘട്ടം മുതൽ അക്ബർ, ഷാജഹാൻ ഇങ്ങനെയൊക്കെ വരുന്ന ഈ പറയുന്ന ഹുമയൂണൊക്കെ വരുന്ന ഒരു കാലഘട്ടം മുതൽ അവരുടെ ആ വൈദേശികമായിട്ടുള്ള ആ സ്വഭാവം അവർ മറക്കുകയും പക്ഷെ ഇന്ത്യക്കാരായിട്ട് മാറുകയുമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്നാൽ ബ്രിട്ടീഷ് കൊളോണിയലിസം എടുക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, നേരത്തെ പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നും, അതായത് മുതലാളിത്ത പൂർവ്വ കാലഘട്ടങ്ങളിലെ ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നും, ഏത് രണ്ട് കാര്യങ്ങൾ, ഒന്നെങ്കിൽ ആക്രമിച്ച് ഇവിടെ നിന്ന് അല്ലെങ്കിൽ കപ്പം പിരിച്ച് അല്ലെങ്കിൽ സമ്പത്തുമായി കൊള്ളയടിച്ച് പോവുക, അല്ലെങ്കിൽ രണ്ടാമത് ഇവിടെ ആക്രമിച്ച ആൾക്കാർ ഇന്ത്യക്കാരെ പോലെ തന്നെ ഇവിടെ ജീവിക്കുക. ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടാണ് ആര് വരുന്നത്, ബ്രിട്ടീഷ് കൊളോണിയലിസം എന്ന് വരുന്നത്. കാരണം അവര് അവരുടെ വൈദേശിക സ്വഭാവം ഇവിടെ 1900 മുതൽ 1947 കാലഘട്ടം വരെയുള്ള 200 വർഷത്തോളം അവർ നിലനിർത്തി എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം ഇന്ത്യയില് എല്ലാ മേഖലകളിലും ഒരു അടിസ്ഥാനപരമായിട്ടുള്ള അല്ലെങ്കിൽ അതേപോലെ തന്നെ ഒരു ദൂരവ്യാപകമായിട്ടുള്ള ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാനും ആർക്ക് പറ്റി, ഈ പറയുന്ന ബ്രിട്ടീഷ് കൊളോണിയലിസത്തിന് പറ്റി എന്നുള്ളതാണ്. കാരണം ബ്രിട്ടീഷ് കൊളോണിയലിസത്തിന് ഒരു ബേസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു മുതലാളിത്ത വ്യവസ്ഥയാണ് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ്, ബ്രിട്ടീഷ് മുതലാളിത്ത താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയില് ബ്രിട്ടീഷ് ഭരണം അല്ലെങ്കിൽ കൊളോണിയൽ ഭരണം ഏറ്റവും കൂടുതൽ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് ആ മുതലാളിത്ത താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മുതലാളിത്തത്തിന്റെ പരമാവധി ലാഭങ്ങളും നേട്ടങ്ങളും എന്ത് ചെയ്യാം, ഈ പറയുന്ന ഇന്ത്യയിൽ നിന്ന് അവർ രൂപീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ A to Z ചേഞ്ചസും കാര്യങ്ങളും എല്ലാം തന്നെ ആരുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്, ബ്രിട്ടീഷ് കൊളോണിയലിസം ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ബ്രിട്ടീഷുകാര് അത് ശക്തിപ്പെടുത്തുന്നതിനും അതേപോലെ തന്നെ അത് വ്യാപിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ്, ബ്രിട്ടീഷ് കൊളോണിയലിസത്തെ ശക്തിപ്പെടുത്താനും അതേപോലെ തന്നെ അത് വ്യാപിപ്പിക്കാനും വേണ്ടിയാണ്, ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് അവർ എന്ത് നടപ്പിലാക്കുന്നത്, ലാൻഡ് റിഫോംസ് അല്ലെങ്കിൽ ഭൂ നിയമങ്ങളെല്ലാം തന്നെ ബ്രിട്ടീഷുകാർ മാറ്റിമറിക്കുന്നത്. അത് ഒരു നികുതി പിരിവ് എന്നതിന്റെ അപ്പുറത്തേക്ക് അവരെന്ത് ചെയ്തു, ഓട്ടോമാറ്റിക്കലി കുറച്ചു പേരെ എന്ത് ചെയ്തു, ഭൂ ഉടമകളാക്കി മാറ്റി. ഈ ഭൂ ഉടമകളായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് അവര് തീരുമാനിക്കണം എന്ത് കൃഷിയാണ് ഇനി അവിടെ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ കൃഷിക്കാരാണ് ഏതൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനെയുള്ള ഒരു മാറ്റം, ഒരു സ്ട്രക്ചറൽ ആയിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവരാൻ
ഈ പറയുന്ന ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഭൂ നിയമങ്ങളോട് പറ്റി. പണ്ട് ഭൂ നിയമങ്ങളിൽ ടാക്സ് മാത്രം കളക്ട് ചെയ്യുമായിരുന്നു. പക്ഷെ ഇവിടെ എന്തായി, കുറച്ചുപേരെ ഭൂ ഉടമകളായിട്ട് മാറ്റുകയും ആ ഭൂ ഉടമകൾ തീരുമാനിക്കും ഏതൊക്കെ കൃഷിയിടങ്ങളിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള ഒരു സ്ട്രക്ചറൽ ചേഞ്ച് എന്ത് ചെയ്തു, ആദ്യമായിട്ട് ഈ പറയുന്ന ഭൂ നിയമങ്ങളിലൂടെ എന്ത് ചെയ്തു, കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റി. ദെൻ അതിനപ്പുറത്തേക്ക് ആരൊക്കെ എന്തൊക്കെ കൃഷി ചെയ്താലും ആരൊക്കെ എന്തൊക്കെ ചരക്ക് വിതരണം നടത്തണം എന്നുള്ളതാണ് രണ്ടാമത് അവർ കൊണ്ടുവന്ന മാറ്റങ്ങൾ. മൂന്നാമത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ വനങ്ങളെ നല്ല രീതിയിൽ ചൂഷണം ചെയ്തിട്ടുള്ള ഒരു വിഭാഗം കൂടിയാണ് ഇത് ബ്രിട്ടീഷുകാരെന്ന് പറയുന്ന ആൾക്കാർ. കാരണം അവരുടെ ഒരു കൊളോണിയലിസത്തില് അവർ ഏറ്റവും കൂടുതൽ പിന്നീട് അവർ സ്റ്റാർട്ട് ചെയ്തത് പ്ലാന്റേഷൻ ആണ്. പ്ലാന്റേഷനിൽ പ്രത്യേകിച്ച് തേയിലത്തോട്ടങ്ങളാണ്. തേയിലത്തോട്ടങ്ങൾ ബ്രിട്ടീഷുകാർ ആരംഭിക്കുന്നുണ്ട്. കാരണം ബ്രിട്ടീഷ് ഭരണം കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഭവമാണ് ഇത്, ഈ ഒരു ഫോറസ്റ്റ് ലോസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പ്ലാന്റേഷൻ ലെവൽ എന്ന് പറയുന്ന ഒരു കാര്യം. കാരണം ഇവിടെയുള്ള ആട്ടിടയന്മാരൊക്കെ ആയിട്ട് നടന്ന അല്ലെങ്കിൽ ഹണ്ടേഴ്സ് ആൻഡ് ഗാദേഴ്സ് ആയിട്ട് നടന്ന കുറെ വിഭാഗങ്ങളെ അവരുടെ ജീവിതത്തെ നല്ല രീതിയിൽ ഈ പറയുന്ന പ്ലാന്റേഷൻ തോട്ടം മേഖലകൾ വന്നതോടുകൂടി അല്ലെങ്കിൽ വനങ്ങളെ എക്സ്പ്ലോയിറ്റേഷൻ ചെയ്തതോടുകൂടി അല്ലെങ്കിൽ വനങ്ങളെ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന രീതിയിൽ ചൂഷണം ചെയ്തതോടുകൂടി അവരുടെ ജീവിതത്തെ ഇത് എന്ത് ചെയ്തു, നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് പ്രകാരം കാടുകളിലേക്കുള്ള പ്രവേശനം ഒക്കെ എന്ത് ചെയ്യാണ്, അവർക്ക് നിഷേധിക്കപ്പെടുകയാണ്. അതോടുകൂടി അവരുടെ മൃഗങ്ങളെ കാലിപ്പുറങ്ങളായിട്ട് മേയ്ക്കാനും നടന്നിരും അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിത മാർഗം അതോടുകൂടി എന്താണ് ഇല്ലാതായി തീരുന്ന ഒരു അവസ്ഥയാണ് കൊളോണിയലിസം കൊണ്ടുണ്ടായ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് കൊളോണിയലിസം ഇന്ത്യൻ രാജ്യത്തിന് അകത്തും പുറത്തുമുള്ള കുടിയേറ്റങ്ങൾക്ക് എന്ത് ചെയ്തു, ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻസിനും കൂടി ഈ പറയുന്ന ബ്രിട്ടീഷ് കൊളോണിയലിസം കാരണമായി തീർന്നു. ഇന്ത്യക്കകത്ത് നിന്ന്, അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഛത്തീസ്ഗഡിൽ നിന്ന് ആസാമിലേക്ക് പ്ലാന്റേഷൻ തൊഴിലാളികളായിട്ട് മാറുക അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തേക്ക് ഒരാൾ മൈഗ്രേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളതെല്ലാം തന്നെ ഇന്ത്യയിൽ എന്ത് ചെയ്തു, ഏറ്റവും കൂടുതൽ ആയി എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള ഓരോരോ ചേഞ്ചസുകളും രാജ്യത്തിന്റെ ഭാഗത്ത് കൊണ്ടുവരാൻ, ഇതേപോലെയുള്ള ഒരു ഘടനാപരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ബ്രിട്ടീഷ് കൊളോണിയലിസത്തിന് സാധിച്ചു. കാരണം രാജ്യത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് കുടിയേറിയ ജനങ്ങൾ എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ ആ കുടിയേറ്റത്തിന് വേണ്ടി ജനങ്ങൾ ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൽ നിർബന്ധിതരായി മാറി എന്നുള്ളതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ജാർഖണ്ഡിലെ ജനങ്ങള് അവര് എന്ത് ചെയ്യുന്നു, ആസാമിലെ തേയില തോട്ടങ്ങളിൽ പണിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവിടേക്ക് കുടിയേറി. ദെൻ അതേപോലെ തന്നെ ബംഗാൾ മദ്രാസ് പ്രസിഡൻസിയിലെ ഒരു മിഡിൽ ക്ലാസ് വിഭാഗം, ഒരു മധ്യവർഗ വിഭാഗങ്ങള് ഗവൺമെന്റ് ജീവനക്കാരായിട്ടുള്ള ആൾക്കാരും അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരും, ഡോക്ടർമാര് അതേപോലെ അഡ്വക്കേറ്റ്സ് പോലെയുള്ള ആൾക്കാരെ എല്ലാം തന്നെ എന്ത് ചെയ്തു, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എന്ത് ചെയ്തു, ഈ പറയുന്ന ബ്രിട്ടീഷ് കൊളോണിയലിസത്തിന്റെ ഭാഗമായിട്ട് സേവനം അനുഷ്ഠിക്കുകയുണ്ടായി. അപ്പം ഇന്ത്യയിലെ ജനങ്ങള് തങ്ങളെ മറ്റു കോളനികളിലേക്കും, അതായത് ബ്രിട്ടീഷിന്റെ വേറെ കോളനികൾ ഉണ്ടാവും, ഇന്ത്യ ഇപ്പം വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ഇങ്ങനെ വേറെ വേറെ കോളനികൾ ബ്രിട്ടീഷിനുണ്ട്. അപ്പൊ ആ കോളനികളിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷുകാരെന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യക്കാരെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ജനങ്ങളെ ഇങ്ങനെ കപ്പലിൽ കയറ്റി ഏഷ്യയിലോ ആഫ്രിക്കയിലോ അമേരിക്കയിലോ ഏതെങ്കിലും കോളനികളിൽ എന്ത് ചെയ്യുന്നു, പണിയെടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുപോയി അവരിൽ ഭൂരിഭാഗം പേരെയും കൊണ്ടുപോയ ആൾക്കാരിൽ ഭൂരിഭാഗം പേരും പിന്നെ ഇന്ത്യയിലേക്ക് എന്ത് ചെയ്തിട്ടില്ല, മടങ്ങി വന്നിട്ടില്ല എന്നുള്ളതാണ്. ചിലരെന്ത് ചെയ്യും, പോകുന്ന യാത്രാ മധ്യേ തന്നെ പലരും മരിച്ചു പോകും, അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്, അവശേഷിച്ചവര് ബ്രിട്ടന്റെ തോട്ടങ്ങളിലും മറ്റും അടിമകളായിട്ട് ജീവിതം അങ്ങനെ കാലാകാലങ്ങളോളം തള്ളി നിൽക്കും. അവരുടെ പിൻഗാമികൾ പിന്നീട് ഇന്ത്യൻ വംശജർ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ വംശജരായ ജനത, പീപ്പിൾ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന പേരിലാണ് പിന്നീട് ബ്രിട്ടനിലൊക്കെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഇന്ത്യയിൽ നിന്ന് ജോലിക്ക് വേണ്ടിയിട്ട് പായക്കപ്പലിൽ കൊണ്ടുപോയി ലാസ്റ്റ് അവിടെ എത്തി അവിടത്തെ ജോലികളൊക്കെ ചെയ്ത് അവിടെ തന്നെ കാലങ്ങൾ ജീവിച്ചു. അവരുടെ അടുത്ത തലമുറ ഇങ്ങനെ ഉണ്ടായി വന്ന വിഭാഗങ്ങളെയാണ് ഇന്ത്യൻ വംശജരായ ജനത അല്ലെങ്കിൽ പീപ്പിൾ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന പേരിലാണ് ഇപ്പൊ ബ്രിട്ടനിലൊക്കെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അറിയപ്പെടുന്ന ഒരു കാര്യം. അപ്പൊ കൊളോണിയൽ ഭരണം എന്താക്കുന്നുണ്ട്, ഇങ്ങനെ കൊളോണിയൽ ഭരണത്തിന്റെ ഒരു സുഗമമായ നടത്തിപ്പിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാര് എല്ലാ മേഖലകളിലും എന്ത് കൊണ്ടുവന്നു എന്നുള്ളതാണ്, മാറ്റം കൊണ്ടുവന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ മാറ്റങ്ങളിൽ ചിലത് ബോധപൂർവം കൊണ്ടുവന്നതാണെങ്കിലും മറ്റുള്ള മാറ്റങ്ങളൊക്കെ എന്താണ്, അവർ അറിയാതെ തന്നെ എന്ത് ചെയ്യാണ് സംഭവിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പാശ്ചാത്യ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാര് ബോധപൂർവം കൊണ്ടുവന്ന ഒരു മാറ്റമാണ്. കാരണം അവർക്ക് ഇവിടെ ഭരണം നടത്തണമെന്നുണ്ടെങ്കിൽ അവരുടെ ലാംഗ്വേജ് അറിയുന്ന കുറച്ച് ആൾക്കാർ ഇന്ത്യയിലുള്ള ഒരു മിഡിൽ ക്ലാസ് വിഭാഗം ഉണ്ടാകണം എന്നുള്ള നിർബന്ധപൂർവമാണ് ഇന്ത്യയിലുള്ള ആൾക്കാർ അവരെന്ത് ചെയ്യുന്നത്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പഠിപ്പിക്കുന്നത്. പക്ഷേ അത് ബ്രിട്ടീഷ് ഭരണകൂടത്തിന് ആവശ്യമായിട്ടുള്ള ഗുമസ്തന്മാരെ വാർത്തിയെടുക്കണം എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് അവർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുത്തതെങ്കിൽ അതിന്റെ ഒരു ലക്ഷ്യം എന്നാൽ വെസ്റ്റേൺ ലാംഗ്വേജ് കിട്ടിയിട്ടുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന പാശ്ചാത്യ വിദ്യാഭ്യാസം കിട്ടിയ ജനങ്ങൾ എന്ത് ചെയ്തു,
അവരുടെ ഈ പറയുന്ന ഒരു നാഷണൽ കോൺഷ്യസ്നസ്, ദേശീയ ബോധം വളർത്തുകയും അവര് ഈ പറയുന്ന രീതിയിൽ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് അല്ലെങ്കിൽ ഒരു കോളനി വിരുദ്ധ പോരാട്ടങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ചിലത് അവർ ബോധപൂർവം കൊണ്ടുവന്നു, പക്ഷെ ചില മാറ്റങ്ങൾ അവരറിയാതെ തന്നെ സംഭവിച്ചതാണ്. അപ്പം ഇങ്ങനെയുള്ള മാറ്റം ബ്രിട്ടീഷുകാർ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അവരുടെ ലാംഗ്വേജ് പഠിച്ചിട്ട് ഈ പറയുന്ന സ്വാതന്ത്ര്യം എന്താണെന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ ദേശീയത എന്താണെന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഉദാരവാദം എന്താണെന്ന് മനസ്സിലാക്കി. ഇതൊക്കെ ബ്രിട്ടനിലെ ജനങ്ങൾക്ക് കിട്ടുന്നുണ്ട്, ഇവിടെയുള്ള ജനങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പം ഈ പറയുന്ന ഒരു ദേശീയ ബോധം ഇതേപോലെ തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടിയ ആൾക്കാർ മനസ്സിലാക്കിയിട്ട് അവർ ബ്രിട്ടന് എതിരായിട്ട് മാറുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായി എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പം ഇന്ത്യയിൽ ഈ പറയുന്ന രീതിയിൽ കൊളോണിയലിസം കൊണ്ടുവന്ന മാറ്റങ്ങളെ കുറിച്ചിട്ട് അത് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ, വളരെ വ്യാപ്തമായിട്ടുള്ള മാറ്റങ്ങളാണ്. അപ്പം അത് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് മുതലാളിത്തം അല്ലെങ്കിൽ എന്താണ് ക്യാപിറ്റലിസം എന്നുള്ളത് മനസ്സിലാക്കണം. എന്താണ് മുതലാളിത്തത്തിന്റെ അടിസ്ഥാനം എന്ന് മനസ്സിലാക്കണം. ആ അടിസ്ഥാനങ്ങളുടെ സവിശേഷതകൾ എന്താണെന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാലാണ് എന്താണ് കൊളോണിയലിസം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പം കൊളോണിയലിസത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് ഈ പറയുന്ന മുതലാളിത്തം? ഉൽപാദന മാർഗങ്ങളായിട്ടുള്ള ഫാക്ടറി, ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ് എന്ത്? ക്യാപിറ്റലിസം അല്ലെങ്കിൽ മുതലാളിത്തം എന്ന് പറയുന്നത്. ഉൽപാദന മാർഗങ്ങളായിട്ടുള്ള ഫാക്ടറി, മൂലധനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ് എന്ത്? മുതലാളിത്തം എന്ന് പറയുന്നത്. അപ്പൊ മുതലാളിത്ത ഉൽപാദനം എപ്പോഴും എന്താണ്? വിപണിയെ, മാർക്കറ്റിനെ ലക്ഷ്യമാക്കിയിട്ടുള്ളതായിരിക്കും എന്ത്? മുതലാളിത്തത്തിന്റെ എല്ലാ ഉൽപാദനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനെന്ത് പറയുന്നത്? ചരക്ക് ഉൽപാദനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ലാഭമാണ് അതിന്റെ പ്രധാന ലക്ഷ്യം എന്നുള്ളത്. പ്രോഫിറ്റ്, മാക്സിമം പ്രോഫിറ്റ് മേക്ക് ചെയ്യുക, അല്ലെങ്കിൽ ലാഭം, അതിന്റെ ഒരു പരമാവധി ലാഭം എന്നുള്ള ഒരു മുതലാളിത്ത മുദ്രാവാക്യം എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ക്യാപിറ്റലിസത്തിന്റെ എല്ലാ മേഖലകളിലും നമുക്ക് എന്ത് ചെയ്യാം? കാണാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കാര്യമാണ് മാക്സിമം പ്രോഫിറ്റ് മേക്ക് ചെയ്യുക എന്നുള്ളതാണ്. കാരണം അങ്ങനെ വളരാനും അല്ലെങ്കിൽ അങ്ങനെ വ്യാപിക്കാനുമുള്ള ഒരു കഴിവും ഊർജ്ജസ്വലതയും എന്തിനുണ്ട്? മുതലാളിത്തത്തിന് അല്ലെങ്കിൽ ക്യാപിറ്റലിസത്തിനുണ്ട്. അത് മുതലാളിത്തം തുടക്കം മുതലേ പ്രകടിപ്പിച്ച് കാണിക്കുന്ന ഒരു ഫീച്ചർ, പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് ആ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം മാക്സിമം പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ, പരമാവധി ലാഭം ഉണ്ടാക്കുക, അത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് മുതലാളിത്തം എന്ത് ചെയ്യുന്നുണ്ട്? അത് പലപ്പോഴായിട്ട് അതിന്റെ നവീകരണങ്ങൾ നടത്തുകയും പലപ്പോഴായിട്ടും അതിന്റെ ടെക്നോളജിക്കൽ പരമായിട്ട്, സാങ്കേതിക വിദ്യപരമായിട്ട് തൊഴിലുകളെയും, അല്ലെങ്കിൽ തൊഴിൽ മീൻസ് അധ്വാനത്തെയും എന്ത് ചെയ്യുന്നുണ്ട്? അത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്, അതിന് പരമാവധി ലാഭം കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പം ഒരു ഫ്യൂഡലിസത്തിന്റെ തകർച്ചയോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? വെസ്റ്റേൺ കൺട്രീസിൽ അല്ലെങ്കിൽ പാശ്ചാത്യ ലോകത്ത് ക്യാപിറ്റലിസം അല്ലെങ്കിൽ മുതലാളിത്തം എന്ത് ചെയ്യുന്നത്? ഉയർന്നു വരുന്നത്. യൂറോപ്യന്മാരുടെ ഒരു ഭൂമിശാസ്ത്രപരമായ ഗവേഷണങ്ങൾ കണ്ടെത്തിയ സ്ഥലങ്ങളിൽ അവിടെ ഏറ്റവും കൂടുതൽ സമ്പത്തിന്റെയും വിഭവങ്ങളുടെയും ഒരു കവർച്ചാ ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്ത് ചെയ്യുന്നുണ്ട്? അത്യപൂർവമായിട്ട് വളർച്ച സംഭവിച്ചിട്ടുണ്ട്. ഫ്യൂഡലിസം തകരുന്നു, പകരം എന്ത് ചെയ്യുന്നു? അവിടെ ക്യാപിറ്റലിസം ഉണ്ടാകുന്നു. കാരണം വ്യവസായങ്ങളെയും കൃഷിയുടെയും മേലുള്ള നിയന്ത്രണം എല്ലാം തന്നെ എന്ത് ചെയ്യാണ്? മുതലാളിത്തത്തിന്റെ വളർച്ചയെ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. 19th സെഞ്ചുറി നമ്മൾ എടുത്തു നോക്കുകയാണെന്നെങ്കിൽ വെസ്റ്റേൺ യൂറോപ്പിൽ, പശ്ചിമ യൂറോപ്പിലെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ രൂപം കൊണ്ടിട്ടുള്ള ഒരു മുതലാളിത്തം അല്ലെങ്കിൽ ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഒരു വ്യാവസായിക വിപ്ലവത്തെ നമുക്ക് ഏറ്റവും കൂടുതൽ വേരുറപ്പിക്കുകയും അല്ലെങ്കിൽ ലോകമൊട്ടാകെ എന്ത് ചെയ്യാണ്? അത് പടർന്ന് പന്തലിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു കാലഘട്ടത്തിൽ. അപ്പം ഇങ്ങനെ ആ 19th സെഞ്ചുറിയിൽ തന്നെ വെസ്റ്റേൺ യൂറോപ്പിൽ ഇങ്ങനെ പടർന്നു പന്തലിച്ച ഈ പറയുന്ന ക്യാപിറ്റലിസം അല്ലെങ്കിൽ മുതലാളിത്തം എന്ന് പറയുന്ന സംഭവം പാശ്ചാത്യ കൊളോണിയലിസത്തിന് അത് ഒരു പാശ്ചാത്യ മുതലാളിത്തവുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നല്ല രീതിയിൽ ബന്ധമുണ്ട്. കാരണം മുതലാളിത്ത വ്യവസ്ഥയുടെ ഒരു നിലനിൽപ്പും അല്ലെങ്കിൽ അതിന്റെ ഒരു വളർച്ചയും ഉണ്ടാവണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അവർക്ക് എന്ത് വേണം? കോളനികൾ വേണം എന്നുള്ളതാണ്. കോളനികൾ ഇല്ലാതെ ഈ പറയുന്ന മുതലാളിത്ത വ്യവസ്ഥയും അതിന്റെ നിലനിൽപ്പും ഉണ്ടാവില്ല, അതിന്റെ വളർച്ചയും ഉണ്ടാവില്ല. അപ്പോ എന്തുകൊണ്ടാണ് കോളനികൾ വേണ്ടത്? അവർക്ക് ഏറ്റവും കൂടുതൽ റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കൾ എന്ത് ചെയ്യണം? ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്യുന്നതിനും ശേഖരിക്കുന്നതിനും വേണ്ടിയിട്ടും അത് നിർമ്മിത വസ്തുക്കൾ, അവര് ആ അസംസ്കൃത വസ്തുക്കൾ കൊണ്ട് ഈ പറയുന്ന വ്യവസായവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അത് വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്കൊരു മാർക്കറ്റ് അല്ലെങ്കിൽ വിപണി എന്താണ്? ആവശ്യമാണ്. അങ്ങനെയുള്ള ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ, ഒരു മൂലധന നിക്ഷേപം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ അവർക്ക് ഈ മുതലാളിത്തം വളർത്താൻ എന്ത് വേണമായിരുന്നു? കോളനികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ടത് അങ്ങനെയാണ് എന്നുള്ളതാണ്.
അതുകൊണ്ടാണ് എപ്പോഴും ബ്രിട്ടന്റെ ഒരു ക്ലാസിക് കോളനിയായിട്ട് ഇന്ത്യ ഇപ്പോഴും നിലനിൽക്കാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത്. കാരണം മുതലാളിത്തം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു എക്കണോമിക്കൽ സിസ്റ്റമാണ്, ഒരു സാമ്പത്തിക വ്യവസ്ഥ തന്നെയാണ്. കാരണം അങ്ങനെ ഒരു സാമ്പത്തിക വ്യവസ്ഥയായിട്ടാണ് 19ാം നൂറ്റാണ്ടിൽ പശ്ചിമ യൂറോപ്പിൽ അത് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതേ സമയം തന്നെയാണ് അതൊരു രാഷ്ട്രീയ രംഗത്തും എന്തുണ്ട്, ഈ പറയുന്ന ക്യാപിറ്റലിസം കാതലായിട്ടുള്ള മാറ്റങ്ങൾ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. കാരണം ഈ നാഷണൽ സ്റ്റേറ്റുകൾ, ദേശരാഷ്ട്രങ്ങളിലെല്ലാം എന്തുണ്ടായി, ഈ പറയുന്ന രീതിയിൽ പ്രബലമായിട്ടുള്ള മാറ്റങ്ങൾ, ഒരു പൊളിറ്റിക്കൽ ചേഞ്ചസ് കൊണ്ടുവരാൻ ഈ പറയുന്ന ക്യാപിറ്റലിസത്തിന് സാധിച്ചു എന്നുള്ളതാണ്. കാരണം ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് പരമാധികാരമുള്ള ഒരു രാഷ്ട്രത്തെയാണ് നമ്മൾ നാഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ദേശരാഷ്ട്രം എന്ന് പറയുന്നത്. കാരണം അവിടുത്തെ ജനങ്ങളെ എല്ലാം തന്നെ ഒരു ഏകരാഷ്ട്രം എന്നുള്ള രീതിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ക്യാപിറ്റലിസത്തിന് സാധിച്ചു എന്നുള്ളതാണ്. കാരണം ദേശരാഷ്ട്രങ്ങൾ വളർന്നു വന്നത് എല്ലാം തന്നെ ഈ ഒരു മോഡേൺ പീരീഡിൽ അല്ലെങ്കിൽ ആധുനിക യുഗ കാലഘട്ടങ്ങളിലാണ്. കാരണം അതിലൂടെയാണ് ദേശീയതയുടെ വളർച്ച ഉണ്ടായത്. അതിന്റെ ഒരു ആവിർഭാവം വഴിയൊരുക്കിയത് ജനങ്ങളൊക്കെ ഫ്രീ ആവണം, സ്വതന്ത്രമാവണം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഫ്രഞ്ച് റവല്യൂഷനൊക്കെ അതിന്റെ ഒരു എക്സാമ്പിളുകൾ മാത്രമാണ്. അപ്പം അതിന്റെ ഈ പറയുന്ന ഒരു സോവറിനിറ്റി അല്ലെങ്കിൽ പരമാധികാരം എന്ന് പറയുന്നത് അത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്താനുള്ള ഒരു അവകാശം അതിന്റെ ദേശീയത കാണിക്കാറുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു നാഷണലിസം എന്ന് പറയുന്ന ആശയം അത് കാണിക്കുന്നത് തന്നെയാണ് അത് സ്വന്തമായിട്ട് നിലനിൽക്കുന്ന ഒരു നിശ്ചിത പരമാധികാരമുള്ള ഒരു രാജ്യമാണ് എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു ജനാധിപത്യ അവകാശങ്ങളെ ഇല്ലാതാക്കുകയാണ് ഏത് സാധിക്കുന്നത്, ഈ ക്യാപിറ്റലിസം കൊണ്ട് സംഭവിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്. അങ്ങനെ ജനാധിപത്യ പരമാധികാരമുള്ള രാജ്യങ്ങളെ, ദേശരാഷ്ട്രങ്ങളെ ഇല്ലാതാക്കുകയാണ് ക്യാപിറ്റലിസം ചെയ്യുന്നത്. കാരണം കൊളോണിയലിസവും ദേശീയതയും എന്ന് പറയുന്നത് രണ്ടും പരസ്പര വിരുദ്ധമായിട്ടുള്ള ആശയങ്ങളാണ്. കൊളോണിയലിസവും നാഷണലിസവും എന്താണ്, രണ്ടും ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. കാരണം ഒന്ന് ജനാധിപത്യപരമായ കാര്യങ്ങളാണെന്നെങ്കിൽ മറ്റൊന്നാണ് കോളനിയൽ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. രണ്ടും രണ്ട് അറ്റത്ത് കിടക്കുന്ന കാര്യങ്ങളാണ്. കാരണം കൊളോണിയൽ ഭരണം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പറയുക ഒരു വിദേശ ഭരണമായിട്ടാണ്. അതേസമയം ദേശീയതയോ അത് അവര് ജനങ്ങളുടെ ഒരു സ്വാതന്ത്ര്യത്തെയും അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു പരമാധികാരത്തെയുമാണ് എപ്പോഴും ദേശീയത എന്ന് പറയുന്ന സംഭവം സൂചിപ്പിക്കുക. കാരണം നമ്മുടെ നേതാക്കന്മാര് നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യം അത് നമുക്ക് മനസ്സിലാക്കാനും ആ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാനും അതിന്റെ ആ ഒരു സ്വരാജ് എന്ന് പറയുന്ന നമ്മളുടെ ഒരു ജന്മാവകാശമാണ് എന്ന് നമുക്ക് സ്ഥാപിക്കാനും ഒക്കെ നമ്മളുടെ ദേശീയത കൊണ്ട് നമുക്ക് പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ രാഷ്ട്രീയ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടാനും ഈ പറയുന്ന ദേശീയത കൊണ്ട് പറ്റുന്നുണ്ട്. പക്ഷെ അതേപോലെയല്ല കൊളോണിയലിസം എന്ന് പറയുന്നത്. കൊളോണിയലിസം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഈ പറയുന്ന എന്താണോ ദേശീയത കൊണ്ട് കിട്ടുന്നത് അതെല്ലാം തന്നെ ഒരു ബിഗ് സർക്കിൾ, ഒരു വട്ടപൂജ്യമായിട്ട് മാറുകയാണ് അതിനകത്ത് കാണാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം അതാണ് അത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നഗരവൽക്കരണം അല്ലെങ്കിൽ അർബണൈസേഷൻ അല്ലെങ്കിൽ വ്യവസായവൽക്കരണം എന്താണ്, അതാണ് ഇനി നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു കാര്യം. കാരണം ആവിശക്തി അറിയാലോ, സ്റ്റീം എഞ്ചിൻ എന്ന് പറയുന്ന ആവിശക്തി, അതേപോലെ തന്നെ വൈദ്യുതി എന്ന് പറയുന്നത് അത് ഇതേപോലെ തന്നെ ഒരു ഊർജമായിട്ടുള്ള ഉറവിടങ്ങൾ തന്നെയാണ് സ്റ്റീം എഞ്ചിനും വൈദ്യുതിയൊക്കെ ഉണ്ടായിരുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ടാണ് അതിന്റെ ഒരു സഹായത്തോടു കൂടിയാണ് ജനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഏറ്റവും കൂടുതൽ ഉൽപാദനം നടത്തിയിരുന്നത്. അതിന്റെ ഒരു തുടക്കമുണ്ടാകുന്നത് ഈ പറയുന്ന വ്യവസായവൽക്കരണം എന്ന് പറയുന്ന ഒരു കാര്യത്താണ്. കാരണം ഏറ്റവും കൂടുതൽ പുരോഗതി പ്രാപിച്ച പരമ്പരാഗത സംസ്കാരങ്ങളിൽ പോലും ഭൂരിഭാഗം ജനങ്ങളും എന്ത് തന്നെയായിരുന്നു, ഈ പറയുന്ന രീതിയിൽ അവർ ഏർപ്പെട്ടിരുന്നതെല്ലാം തന്നെ ഒരു കർഷകരുമായി അല്ലെങ്കിൽ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ അതേ കാലഘട്ടങ്ങളിൽ തന്നെയാണ് സാങ്കേതിക മികവ് അല്ലെങ്കിൽ അതിന്റെ ഒരു പുരോഗതി ആ കാലഘട്ടങ്ങളിൽ അത്രത്തോളം പ്രാപിച്ചിരുന്നില്ല എന്നുള്ള ഒരു സത്യം തന്നെയാണ്. എന്നാൽ ആ കാലഘട്ടങ്ങളിൽ ഒരു ചെറിയ സമൂഹമെങ്കിലും അല്ലെങ്കിൽ ഒരു ചെറിയ വിഭാഗമെങ്കിലും മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കർഷകരല്ലാത്ത അല്ലെങ്കിൽ കാർഷികേതര അല്ലെങ്കിൽ കർഷകരുമായി ബന്ധപ്പെടാത്ത അല്ലെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെടാത്ത പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടാകുന്നതിൽ അവർ കുറച്ച് മാത്രമേ ആൾക്കാരുള്ളൂ. എന്നാൽ ഇന്നത്തെ വ്യവസായ സമൂഹങ്ങളിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൂരിഭാഗം ജനങ്ങളും പണിയെടുക്കുന്നത് ഏതിലാണ്, കാർഷിക മേഖലയിലല്ല, കാർഷികേതര മേഖലകളിലാണ്, കൃഷിയുമായി ബന്ധപ്പെടാത്ത മേഖലകളിലാണ്. അത് ഓഫീസുകളാവാം, കടകളാവാം, എന്ത് ചെയ്യാം, അങ്ങനെ കൃഷിയുമായി ബന്ധപ്പെടാത്ത എല്ലാ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്യുന്നത് ഇപ്പോ ഈ ഒരു വ്യവസായ കാലഘട്ടത്തിൽ ജോലി ചെയ്യുന്നത്. അപ്പം വെസ്റ്റേൺ കൺട്രീസ് എടുക്കുവാണെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ ജനങ്ങളിൽ ഒരു 90%, ഒരു 90% അവർ ഏറ്റവും കൂടുതൽ നഗരങ്ങളിലും പട്ടണങ്ങളിലും താമസിക്കുന്ന ആൾക്കാർ തന്നെയാണ്. കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ
തൊഴിലിന്റെ സാധ്യതകളും അല്ലെങ്കിൽ തൊഴിലവസരങ്ങളും ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഈ നഗരങ്ങളിലും പട്ടണങ്ങളിലും കൊണ്ടാണ്. അതുകൊണ്ടാണ് 90% പാശ്ചാത്യ ലോകത്ത് ജനങ്ങൾ താമസിക്കുന്നത് നഗരങ്ങളിലും പട്ടണങ്ങളിലാണ്. കാരണം ഈ പറയുന്ന അർബണൈസേഷനും അതേപോലെ തന്നെ ഇൻഡസ്ട്രിയലൈസേഷനും നഗരവൽക്കരണവും വ്യവസായവൽക്കരണവും എപ്പോഴും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പ്രോസസ്സുകളാണ്, പരസ്പരം ഒരു ഇന്റർ റിലേഷൻഷിപ്പ് ഉള്ള പ്രോസസ്സുകളാണ് ഏത് വ്യവസായവൽക്കരണവും വ്യവസായവൽക്കരണവുമാണ്. കാരണം ഇത് രണ്ടും ഉണ്ടാകുക ചിലപ്പോൾ ഒരുമിച്ചാണ് ലോകത്ത് എല്ലായിടത്തും സംഭവിക്കുന്നത്. നഗരവൽക്കരണം നടക്കുമ്പോൾ തന്നെ വ്യവസായവൽക്കരണം ഉണ്ടാവും, വ്യവസായവൽക്കരണം നടക്കുമ്പോൾ തന്നെ നഗരവൽക്കരണം നടക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ മനസ്സിലാവും. കാരണം വ്യവസായവൽക്കരണം ആദ്യം ഉണ്ടായത് എവിടെയാണ്? ആദ്യം അത് സംഭവിക്കുന്നത് ബ്രിട്ടനിലാണ്. അപ്പൊ ബ്രിട്ടന്റെ കാര്യം തന്നെ ഒന്ന് എടുത്തു നോക്കാം. കാരണം വ്യവസായവൽക്കരണത്തിന് മുമ്പ് ബ്രിട്ടൻ എന്ന് പറയുന്ന ഇന്ന് നമ്മൾ കാണുന്ന രാജ്യം ശരിക്കും ഒരു ഗ്രാമീണ രാജ്യമായിട്ടുണ്ടായിരുന്നു. ഒരു അഗ്രികൾച്ചറൽ ബേസ്ഡ് ആയിട്ടുള്ള രാജ്യമാണ് എന്ത് വ്യവസായവൽക്കരണം വരുന്നതിന് മുമ്പ് ബ്രിട്ടൻ എന്ന് പറയുന്നത്. എന്നാൽ വ്യവസായവൽക്കരണത്തെ തുടർന്നിട്ടാണ് അവിടെ എന്തുണ്ടാകുന്നത്? ഒരു അർബൺ സേഷനിൽ അല്ലെങ്കിൽ ഒരു അർബണൈസേഷൻ അല്ലെങ്കിൽ ഒരു നാഗരിക രാജ്യമായിട്ട് ആര് മാറുന്നത്? ബ്രിട്ടനിൽ ഒരു ചേഞ്ചസ് ഉണ്ടാവുന്നത്. കാരണം ഇങ്ങനെ സംഭവിച്ച ആദ്യ രാജ്യവും ഏത് തന്നെയാണ്? ബ്രിട്ടൻ തന്നെയാണ്. കാരണം ബ്രിട്ടനിലാണ് ഇൻഡസ്ട്രിയലൈസേഷൻ അല്ലെങ്കിൽ വ്യവസായവൽക്കരണം ഉണ്ടാകുന്നത്. 1800-കളിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ബ്രിട്ടനിലെ ജനസംഖ്യ എന്ന് പറയുന്നത് 20% താഴെ മാത്രമാണ് എവിടെ താമസിച്ചിട്ടുള്ളത്? നഗരങ്ങളിൽ. അതായത് വ്യവസായവൽക്കരണം വരുന്നതിന് മുമ്പ് ബ്രിട്ടന്റെ ഒരു അവസ്ഥ എടുക്കുകയാണെങ്കിൽ ബ്രിട്ടനിൽ 20% ആൾക്കാർ മാത്രമാണ് എവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നത്? നഗരങ്ങളിൽ താമസിച്ചത്. എന്നാല് വ്യവസായവൽക്കരണത്തിന് ശേഷം ഒരു നൂറ്റാണ്ട് അങ്ങോട്ട് പിന്നിടുമ്പോൾ, അതായത് 1800 ഒരു നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ 1900 1900-ലേക്ക് മാറും. ഒരു നൂറ്റാണ്ടിലെ മാറ്റം വന്നപ്പോ 1900 വന്നപ്പോ എന്ത് ചെയ്തു? 74% ജനങ്ങൾ എവിടെ താമസിക്കാൻ തുടങ്ങി? ഈ ബ്രിട്ടന്റെ നഗരപ്രദേശങ്ങളിൽ താമസിക്കാൻ തുടങ്ങി. വ്യവസായവൽക്കരണം തുടങ്ങി ഒരു നൂറ്റാണ്ട് ആയപ്പോ തന്നെ. അപ്പം ബ്രിട്ടന്റെ തലസ്ഥാന നഗരമായ ലണ്ടൻ എന്ന് പറയുന്ന നഗരം എന്ന് പറയുന്നത്, ബ്രിട്ടന്റെ തലസ്ഥാന നഗരമായ ലണ്ടനിൽ 1900-ൽ എന്ത് ചെയ്തു? 1.1 ദശലക്ഷം ജനങ്ങളാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അത് 20th സെഞ്ചുറി 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തോളമായപ്പോ എന്തായി? 7 ദശലക്ഷത്തോളമായിട്ട് ബ്രിട്ടന്റെ ഹൃദയഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ തലസ്ഥാനമായി അറിയപ്പെടുന്ന ലണ്ടൻ നഗരത്തിൽ ഈ പറയുന്ന രീതിയിൽ പോപ്പുലേഷൻ വർദ്ധിച്ചു എന്നുള്ളതാണ്. കാരണം ലണ്ടൻ ആ കാലഘട്ടങ്ങളിൽ ലോകം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ നഗരമായി തീർന്നിട്ടുണ്ടായിരുന്നു 20th സെഞ്ചുറി ആവുന്ന സമയത്ത്. കാരണം ബ്രിട്ടന്റെ ഒരു സാമ്രാജ്യത്വത്തിന്റെ ഒരു ഹൃദയഭാഗം എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? വിശാലമായിട്ടുള്ള ഏറ്റവും കൂടുതൽ ഒരു ട്രേഡ്, ഒരു വാണിജ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വ്യാവസായികമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ ബേസ് ആയിട്ടുള്ള ഒരു സെന്റർ കൂടിയായി ഏത് മാറി? ഈ പറയുന്ന ലണ്ടൻ മാറി. അതുകൊണ്ടാണ് 1800-കളിൽ 1.1 ദശലക്ഷമുള്ള ആൾക്കാര് ഈ പറയുന്ന 20th സെഞ്ചുറിയിൽ എത്തിയപ്പം 7 ദശലക്ഷമായിട്ട് ബ്രിട്ടന്റെ നഗരത്തിൽ ലണ്ടനിൽ ഉണ്ടാവാനുള്ള കാരണം. അപ്പം ഈ പറയുന്ന വ്യവസായവൽക്കരണം ഉണ്ടാകുമ്പോൾ തന്നെ എന്തുണ്ടാകുന്നുണ്ട്? നഗരവൽക്കരണം എന്ത് ചെയ്യുന്നുണ്ട്? ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ 8ാമത്തെ ചാപ്റ്ററിന്റെ തുടക്കമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഘടനാപരമായ മാറ്റം പറഞ്ഞു. എന്തൊക്കെ ഘടനാപരമായ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് എന്നാണ് ആദ്യം നമ്മൾ പറഞ്ഞത്. എന്താണ് കൊളോണിയലിസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്? വിരുദ്ധ നിലപാടുകളായ ഉദാരവാദം, സ്വാതന്ത്ര്യ, ദേശീയതയ്ക്ക് ആർക്ക് കൊടുത്തു? ബ്രിട്ടൻകാർക്ക് കൊടുത്തു. ഇന്ത്യയിൽ നടപ്പാക്കിയില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്ന പാർലമെന്റ് മുതൽ നമ്മൾ കഴിക്കുന്ന കട്ട്ലറ്റ് വരെ, അല്ലെങ്കിൽ നമ്മുടെ സ്കൂളുകളിൽ ഇപ്പൊ പോകുന്ന ടൈ വരെ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് വരെ ആരുടെ സംഭാവനയാണെന്ന് നമ്മൾ പറഞ്ഞു? ബ്രിട്ടന്റെ സംഭാവനയാണെന്ന് പറഞ്ഞു. പിന്നെ കൊളോണിയലിസത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്താണ് കൊളോണിയലിസം, കാര്യങ്ങൾ എന്താന്ന് തന്നെ പറഞ്ഞു. അതിനുശേഷം എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുതലാളിത്ത പൂർവ്വ കാലഘട്ടവും മുതലാളിത്ത കാലഘട്ടവും ഇന്ത്യൻ സമൂഹം എങ്ങനെയായിരുന്നു എന്നുള്ളത്. മുതലാളിത്ത പൂർവ്വ കാലഘട്ടം എന്ന് പറയുന്നത് മുഗളന്മാര്, ഗ്രീക്കുകാര്, കുഷാണന്മാര്, ശകുനന്മാര് തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുള്ള കാലഘട്ടമാണ്. അവര് വരിക, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൊള്ളയടിക്കുക, പോവുക. അല്ലെങ്കിൽ അവർ വരുമ്പോൾ അവരുടെ വിദേശ സ്വഭാവം എന്ത് ചെയ്യാണ്? ആ വൈദേശിക സ്വഭാവം മാറ്റിയിട്ട് ഇന്ത്യക്കാരായിട്ട് മാറുകയാണ് ചെയ്യുന്നത് മുഗളന്മാരൊക്കെ. പക്ഷെ കൊളോണിയലിസം എന്ന് പറയുന്ന അല്ലെങ്കിൽ മുതലാളിത്ത കാലഘട്ടം എന്ന് പറയുന്ന ബ്രിട്ടൻ എന്ത് ചെയ്യുന്നു? ഇന്ത്യയില് ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അത് ദൂരവ്യാപകമായിട്ടുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. രാജ്യത്തിനകത്തും പുറത്തും മൈഗ്രേഷൻ വരെ ഉണ്ടായി എന്ന് നമ്മൾ പറഞ്ഞു. കുടിയേറ്റങ്ങളൊക്കെ ഇതിന്റെ കാരണമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം അത് ബ്രിട്ടൻ മനഃപൂർവ്വം കൊണ്ടുവന്നതുണ്ട്, ബ്രിട്ടൻ മനഃപൂർവ്വം കൊണ്ടുവരാതെ അറിയാതെ സംഭവിച്ച കാര്യങ്ങളുണ്ട്. മനഃപൂർവ്വം ഇംഗ്ലീഷ് ലാംഗ്വേജ് കൊണ്ടുവന്ന് ഗുമസ്തന്മാരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതെന്ത് ചെയ്തു? ഇന്ത്യയിൽ ഒരു ദേശീയ ബോധം ഉണ്ടാക്കുകയും അത് അവർക്ക് എതിരായി മാറുകയും ഒക്കെ ചെയ്തു.
ദെൻ പിന്നീട് നമ്മൾ ഈ ഒരു ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ് ക്യാപിറ്റലിസം, എന്താണ് മുതലാളിത്തം എന്നുള്ളതാണ്. മുതലാളിത്തം എന്താണ് എന്നുള്ളത് നമ്മൾ നല്ല രീതിയിൽ ചർച്ച ചെയ്തു. ഫ്യൂഡലിസത്തിന്റെ തകർച്ചയ്ക്ക് ശേഷമാണ് പശ്ചിമ യൂറോപ്പിൽ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന മുതലാളിത്തം ഉണ്ടാകുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ആ മുതലാളിത്തം എങ്ങനെയാണ് അവർ നിലനിർത്തി കൊണ്ടുപോകുന്നതെന്ന് നമ്മൾ പറഞ്ഞു. കോളനികളിലൂടെയാണ്. റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാനും അവർക്കൊരു മാർക്കറ്റായി മാറിയിട്ട് അവരുടെ പ്രൊഡക്റ്റ് സെൽ ചെയ്യാനും വേണ്ടിയിട്ടാണ്. അതാണ് ക്യാപിറ്റലിസത്തിന്റെ മാക്സിമം പ്രോഫിറ്റ് മേക്കിംഗ് ആയിട്ട് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. ദെൻ അതിനുശേഷം നഗരവൽക്കരണവും വ്യവസായവൽക്കരണവും ബ്രിട്ടന്റെ എക്സാമ്പിളിലൂടെ നമ്മൾ പറഞ്ഞു. കാരണം ബ്രിട്ടനിലാണ് ആദ്യ വ്യവസായവൽക്കരണം വരുന്നത്. വ്യവസായവൽക്കരണവും നഗരവൽക്കരണവും ഒരുമിച്ച് സംഭവിക്കുന്ന പ്രോസസ്സാണെന്ന് പറഞ്ഞു. ബ്രിട്ടന്റെ ഒരു മൈഗ്രേഷന്റെ കണക്ക്, നമ്മൾ ഒരു കുടിയേറ്റത്തിന്റെ കണക്ക്, അല്ലെങ്കിൽ ബ്രിട്ടൻ എന്ന് പറയുന്ന ഒരു ഗ്രാമീണ രാജ്യം എങ്ങനെയാണ് ഒരു വ്യാവസായിക നഗരമായി മാറിയത്, ലണ്ടനിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്, 8ാമത്തെ ചാപ്റ്റർ. നെക്സ്റ്റ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് വ്യവസായവൽക്കരണവും നഗരവൽക്കരണവും ഒരു കൊളോണിയൽ എക്സ്പീരിയൻസ് ഇന്ത്യയിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു കൊളോണിയൽ അനുഭവം എങ്ങനെയാണ് എന്നുള്ളതാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്.